വിദേശത്തുള്ള ആളുകൾ പലപ്പോഴും അവരുടെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെയോ ഒക്കെ അക്കൗണ്ടിലേക്ക് പണം അയച്ചു കൊടുത്തിട്ട് അവരുടെ പേരിൽ ഡിമാറ്റ് അക്കൗണ്ടുകൾ തുടങ്ങി ട്രേഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ലീഗാലിറ്റി എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് പലരും നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്. റീസെൻ്റ് ആയിട്ട് നമുക്ക് വന്ന ഒരു മെസ്സേജ് ഒന്ന് നോക്കാം. NRI ആയിട്ടുള്ള ആളുടെ ഭാര്യ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ അമ്മ, അച്ഛൻ ഇവരിൽ നിന്നും ആരെങ്കിലും ഒരാളുടെ നാട്ടിൽ സേവിങ്സ് അക്കൗണ്ടിലേക്ക് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഏകദേശം 5 ലക്ഷം രൂപ അയച്ചു കൊടുക്കുന്നു. ആ പണം ഉപയോഗിച്ച് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിച്ചാൽ നിയമപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം? ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ITR ഫയൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂ വരാനായിട്ട് സാധ്യതയുണ്ടോ? ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. NRI ആയിട്ടുള്ള ആൾ ഇതുപോലെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ പേരിൽ പണം അയച്ചു കൊടുത്ത് അവരുടെ പേരിൽ ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങി അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ബൾക്ക് ട്രാൻസാക്ഷൻ, വലിയൊരു എമൗണ്ടിലേക്ക് ഇത് എത്തുകയാണ്. അതായത് ഏകദേശം ഒരു 10 ലക്ഷം രൂപയിലൊക്കെ കൂടുതൽ ഒരു വർഷം അക്യൂമുലേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഗിഫ്റ്റ് ഡീഡ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇവിടെ നാട്ടിലുള്ള ആൾക്ക് ചിലപ്പോൾ പ്രത്യേകിച്ച് സോഴ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഏകദേശം 10 ലക്ഷമോ അല്ലെങ്കിൽ 20-30 ലക്ഷം രൂപയുടെ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സോഴ്സ് എന്താണെന്ന് ഇൻകം ടാക്സുകാർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ വിദേശത്തുള്ള ഒരാളിൽ നിന്നാണ് പൈസ കിട്ടുന്നതെങ്കിൽ അതൊരു ഗിഫ്റ്റ് ഡീഡോ അല്ലെങ്കിൽ ഒരു ഡെപ്റ്റ് മാനേജ്മെൻറ്റ് അറേഞ്ച്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ ആ ഒരു സോഴ്സ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടാക്സ് കോംപ്ലിക്കേഷനിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇതുപോലുള്ള ഫിനാൻസ് ആൻഡ് ടാക്സ് ടിപ്സിനായിട്ട് ഫോളോ ചെയ്യുക.